ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ തമ്പനെയിൽ കണ്ട പോലെ തന്നെ ഈ പ്രാവശ്യത്തെ വീഡിയോ എന്തായാലും മെൻസ്ട്രൽ കപ്പിനെ പറ്റി ആകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഒരു മെൻസ്ട്രൽ കപ്പൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അപ്പം അമ്മമ്മമാരോ അല്ലെങ്കിൽ ഹസ്ബൻഡ്സോ ബ്രദേഴ്സോ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കൂട്ടത്തിലൊരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കോ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഉപകാരപ്പെടും എന്നുള്ളത് എനിക്ക് എത്ര ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം റീസെൻ്റ്ലി ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു ട്രെൻഡാണ് മെൻസ്ട്രൽ കപ്പ്. നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ട്. സാനിറ്ററി പാഡ്സിനെ പോലെ തന്നെ അതേ ലെവലിൽ തന്നെ ഇപ്പം മെൻസ്ട്രൽ കപ്പിൻ്റെ പരസ്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് അഡ്വാൻറ്റേജ് ആണ് ശരിക്കും ഇത് പറയുന്നത്. ഒന്നെന്ന് പറയുമ്പോൾ യൂസർ ഫ്രണ്ട്ലി ആണ്, ഉപയോഗിക്കുന്ന ആൾക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കമ്പാരിറ്റീവ്ലി സാനിറ്ററി പാഡ്സിനെ വെച്ചിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ അതൊരു എൻവയറോൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ അത് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. ഈ ഹെൽത്ത് ഇഷ്യൂസും കുറവാണ് കേട്ടോ കമ്പാരിറ്റീവ്ലി. നോർമലി ഓരോ സാനിറ്ററി പാഡ്സിനനുസരിച്ച് സ്ത്രീകൾക്ക് എന്താ വരിക, ഈ റാഷസ് അതുപോലുള്ള കാര്യങ്ങൾ കോമൺ ആണ്. റാഷസ്, പിന്നെ ഇച്ചിങ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. കാരണം ഓരോ ബ്രാൻഡ് അനുസരിച്ച് മാറുന്നതനുസരിച്ച് നമുക്ക് ഓരോ സാനിറ്ററി പാഡ്സിനും ഓരോതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ്. പിന്നെ അത്രയും മോയിസ്റ്റ് അവിടെ നിൽക്കുന്നത് കൊണ്ട് എന്തായാലും ഒരു 2-3 ദിവസം ഒരു ബുദ്ധിമുട്ടുകൾ എന്തായാലും സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാവും. പക്ഷെ അത് വെച്ച് നോക്കുമ്പം ഈ മെൻസ്ട്രൽ പാഡ് ഉപയോഗിക്കുന്നവർക്ക് ഈ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് എനിക്കത് അത്ര ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നോർമലി ഒരു സ്ത്രീയുടെ ലൈഫ് ടൈമിൽ ഒരു 400 മുതൽ 500 തവണ പീരിയഡ്സ് ആവുമെന്നാണ് പറയുന്നത്. അതായത് മെൻസ്ട്രൽ സൈക്കിളിലൂടെ അവർ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സൈക്കിളിൽ, അതായത് മാസത്തിൽ ഒരു സൈക്കിളിൽ മിനിമം ഒരു 12 പാഡ് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം അവരുടെ ലൈഫ് ടൈമിൽ അവർ ഒരു 7000 പാഡ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പാഡായിരിക്കും അവർ യൂസ് ചെയ്യുക. അത്രയും നമ്പർ ഓഫ് പാഡ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലേക്ക് തന്നെയാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് വലിച്ചെടുക്കുന്നത്. പിന്നെ അത് ഡിസ്കാർഡ് ചെയ്യുമ്പം അത് മണ്ണിലോ അല്ലെങ്കിൽ നമ്മൾ കത്തിക്കുവാണെന്നുണ്ടെങ്കിലും മണ്ണിലാണെന്നുണ്ടെങ്കിലും അത് 500 വർഷം വരെ അതിന്റെ റെമനൻസ് അവിടെ തന്നെ കിടക്കുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഒരുപാട് റിസർച്ച് ഫൈൻഡിങ്സ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ആസ് എ നേഴ്സ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തപ്പോഴും ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് മെൻസ്ട്രൽ കപ്പ്. ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്ത് തന്നെ ഒരു ഡോക്ടർ തുടങ്ങിയ ഒരു ബ്രാൻഡും ഉണ്ടായിരുന്നു. അവര് പുതിയൊരു മെൻസ്ട്രൽ കപ്പിന്റെ ഒരു കമ്പനി വരെ തുടങ്ങി. അപ്പൊ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്കിത് നിങ്ങളോട് പറയുമ്പം എനിക്ക് പ്രൗഡാണ്. കാരണം എനിക്കത് ഉപയോഗിക്കാൻ പറ്റി. കുറച്ച് പേടിയൊക്കെ എന്തായാലും ആർക്കാണെന്നുണ്ടെങ്കിലും ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും നമ്മളത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ മെൻസ്ട്രൽ കപ്പിനെ പറ്റി പറഞ്ഞ സമയത്ത് ഓരോരുത്തരും പരസ്യത്തിൽ കണ്ടിട്ടുണ്ടാവും, ചിലരുടെ കയ്യിലൊക്കെ ഉണ്ടാവും, ചിലരൊക്കെ ഞാനൊക്കെ കുറച്ച് ഉപയോഗിക്കാൻ ലേറ്റ് ആയി പോയി. ഇത് കാർമസിയുടെ ആണ്. ഇതൊരിക്കലും ഒരു ബ്രാൻഡിന്റെ ഒരു കമ്പനിയുടെ പ്രൊമോഷൻ ഒന്നും അല്ല. ഞാൻ ആദ്യമായിട്ട് എനിക്ക് അതും കൂടെ പറയണമല്ലോ, അത് അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, എൻ്റെ അനുഭവവും എനിക്കിത് എങ്ങനെ എൻ്റെ കയ്യിൽ വന്നു പെട്ടു എന്നുള്ള കഥ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പൊ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും മോസ്റ്റ് ഓഫ് ദ ലേഡീസിനും വരാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ് മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പിൽ ഇത് കപ്പും ഇത് ടെയിലും ആണ്. അപ്പൊ ഈ മെൻസ്ട്രൽ കപ്പ് ഇതിപ്പം ഇങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് വൈറ്റ് കളറിലാണ് വരുന്നത്. പല കളറിൽ അവൈലബിൾ ആണ്. പിങ്ക് ആണ് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക, ബ്ലൂ, യെല്ലോ, അങ്ങനെ പല കളറിലും നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി പറയാൻ പോകുന്നത് സൈസിനെ പറ്റിയാണ്. സ്മോള്, മീഡിയം, ലാർജ്. സ്മോൾ എന്ന് പറയുമ്പം കല്യാണം കഴിക്കാത്ത കുട്ടികൾ, അതായത് ഹു ഇസ് നോട്ട് സെക്ഷലി ആക്റ്റീവ്, അവർക്കാണ് സ്മോൾ സൈസ് വരുന്നത്. മീഡിയം എന്ന് പറയുന്നത് ഹു ഇസ് മാരീഡ് ആൻഡ് ഹു ഇസ് സെക്ഷലി ആക്റ്റീവ്, അവർക്കാണ് മീഡിയം വരുന്നത്. ലാർജ് എന്ന് പറയുന്നത് പ്രസവിച്ചു കഴിഞ്ഞ ഒരു ലേഡിക്കാണ് ഉപയോഗിക്കാവുന്നത്. അപ്പം വ്യക്തമാണെന്ന് തോന്നുന്നു കേട്ടോ, സ്മോൾ, മീഡിയം, ലാർജ്. അപ്പൊ നിങ്ങളത് സൈസ് നമുക്കിപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ, കടയിൽ പോയി മേടിക്കുവാണെന്നുണ്ടെങ്കിലും സൈസ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെടുത്ത് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ അത് ലഭ്യമാകുന്നതാണ് കേട്ടോ. ഞാൻ പോകുന്നത് ഇതിന്റെ മെത്തേഡ്സ്, എങ്ങനെയൊക്കെ നമുക്കിത് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളത്. 3 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഒന്ന് സി ഷേപ്പ് ആണ്. സി ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നു, ഇങ്ങനെ ആക്കിയിട്ട് വെക്കുന്നു. ഇതാണ് സി ഷേപ്പ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ യു ഷേപ്പ് എന്ന് പറയും. അതിങ്ങോട്ട് തിരിച്ചു പിടിച്ചാൽ യു ഷേപ്പ് ആവും. ഓക്കെ, പഞ്ച് ഡൗൺ ഷേപ്പ് ആണ് ഇനി പറയാൻ പോകുന്നത്. പഞ്ച് ഡൗൺ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പഞ്ച് ചെയ്യുന്നു, അപ്പൊ ഇത് ഇങ്ങനെയാവും. അതായത് ഇതിന്റെ നടുക്കത്തെ ഭാഗം നമ്മളിങ്ങനെ വെക്കുന്നു, എന്നിട്ട് നമ്മളിതിങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ,
ഇനി അടുത്തൊരു ഷേപ്പ് എന്ന് പറയുന്നതാണ് 7 ഷേപ്പ് മെത്തേഡ്. അതെന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തന്നെ സി ഷേപ്പിന്റെ അതുപോലെ തന്നെ ആക്കിയതിന് ശേഷം ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് എന്തായാലും ഒരു എയർ ഉണ്ടാവും. അപ്പം നമ്മൾ ഒരിക്കലും നമുക്ക് മെൻസ്ട്രൽ കപ്പ് ഇങ്ങനെ കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 3 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് വരുന്നത് സി ഷേപ്പ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പുകൾ ഏതാണ് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. നമ്മളുടെ സെർവിക്സിന് തൊട്ട് മുകളിലേക്കാണ് നമ്മളുടെ ഈ മെൻസ്ട്രൽ കപ്പ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരുപാട് തള്ളി അകത്തേക്കും കയറ്റാൻ പാടില്ല, ഒരുപാട് നമ്മൾ താഴേക്കും തട്ടാൻ പാടില്ല. നമുക്ക് ഏകദേശം മനസ്സിലാവും. കാരണം ഒരുപാട് മുകളിലേക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ ഈ ഫില്ല് ചെയ്ത് ബ്ലഡ് പുറത്തേക്ക് വന്നിട്ട് ബ്ലഡ് ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് താഴേക്ക് നിന്നാലും ബ്ലഡ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം കറക്റ്റായിട്ട് നിർത്തിയതിനു ശേഷം ജസ്റ്റ് ആദ്യം നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു സാനിറ്ററി പാഡ് യൂസ് ചെയ്യുക. യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു അതായത് സാനിറ്ററി പാഡ് ഇല്ലാതെ നിങ്ങൾക്ക് ഇത് വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എത്താൻ പാടുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലീക്കേജ് എങ്ങനെയാണ്, കറക്റ്റ് പ്രോപ്പർ പ്ലേസ്മെന്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഇനി ഇതിൻ്റെ നമ്മളിത് ഇൻസേർട്ട് ചെയ്യാനുള്ള പൊസിഷൻസ് ആണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. ഇൻസേർട്ട് ചെയ്യാനുള്ള പൊസിഷൻസ് ഒന്ന് സ്ക്വാറ്റിംഗ് മെത്തേഡാണ്. അതായത് നമുക്ക് വയറുവേദന വരുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഈ മെൻസസിന്റെ സമയത്ത് ഏതൊരു ലേഡിക്കാണെന്നുണ്ടെങ്കിലും ഇഷ്ടമുള്ളതും ഒന്ന് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു പൊസിഷനാണ് സ്ക്വാറ്റിംഗ് പൊസിഷൻ. ഇന്ത്യൻ ക്ലോസറ്റിലൊക്കെ പൊസസ് ചെയ്യുന്ന പൊസിഷൻ. രണ്ടാമത്തെ പൊസിഷൻ ഞാൻ ഇവിടെ കൊടുത്തേക്കാട്ടോ. ഒരു കാല് പൊക്കി പിടിച്ചതിന് ശേഷം ഒന്ന് ലിഫ്റ്റ് അപ്പ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ചെയ്താണ് രണ്ടാമത്തെ പൊസിഷൻ. ഓക്കെ, ഈ 2 പൊസിഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് എളുപ്പം. പിന്നെ ഡ്യൂറേഷൻ എന്ന് പറയണമല്ലോ, നമ്മളിത് എത്ര നേരം ഇത് വെക്കാൻ പറ്റും എന്നുള്ളത്. 6 to 12 hours ആണ് ഓരോ കമ്പനിയും പറയുന്നത്. ഓരോ കമ്പനി വേരി ചെയ്യും, പക്ഷെ 6 to 12 hours ആണ് മെജോറിറ്റി ഓഫ് ദ കമ്പനീസ് പറയുന്നത് കേട്ടോ. ഈ 6 to 12 hours നമുക്ക് ഉറപ്പാണ്. ഒരുപാട് എക്സസീവ് ബ്ലീഡിംഗ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 6 hours കഴിഞ്ഞതിന് ശേഷം നോക്കുന്നതായിരിക്കും നല്ലത്. ഞാനൊക്കെ ഒരു 8 hours കഴിഞ്ഞിട്ടൊക്കെയാണ് നോക്കാറുള്ളത്. നമ്മളുടെ ബ്ലീഡിങ് നമുക്കറിയാമല്ലോ എത്രയാണ് എമൗണ്ട് ഓഫ് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത് നമുക്ക് ഓരോ സൈക്കിളിലും അറിയാൻ പറ്റും. സോ അതിനനുസരിച്ച് നിങ്ങൾ നോക്കുക. ആദ്യം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സാനിറ്ററി നാപ്കിൻ എന്തായാലും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് എങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് അത് ലീക്കേജ് ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഇതിന്റെ സ്റ്റെറിലൈസേഷനെ പറ്റിയിട്ടാണ്. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഇത് മേടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു കവർ കിട്ടും കേട്ടോ. ഈ കവറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇത് എടുക്കാം. എടുത്തതിന് ശേഷം പീരിയഡ്സ് ആവുന്നതിന്റെ തലേദിവസം ഏകദേശം ഒരു സിംറ്റംസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ ഒരു നോർമൽ പാത്രത്തിൽ, ആ പാത്രം വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ആ പാത്രം നമ്മൾ വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇടുന്നു. നമ്മളൊരു 5 to 7 minutes ഓക്കെ, ആ അത്രയും ഒരു മിനിറ്റിൽ നമ്മളത് ബോയിൽ ചെയ്യുക. എന്നിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലീൻ തുണി കൊണ്ട് വൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കത് യൂസ് ചെയ്യാം. നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ കൈ സോപ്പ് സൊല്യൂഷൻ ഒക്കെ ഇട്ടിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. കാരണം നമ്മളത് നമ്മളുടെ ഇന്റേണൽ ഓർഗനിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഇൻഫെക്ഷൻസ് കൂടാനല്ല, നമ്മൾ കുറയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, ഇത് ഇൻസേർട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സോപ്പ് സൊല്യൂഷൻ വെച്ച് കഴുകിയതിന് ശേഷം അടുത്ത് നമുക്ക് പിന്നെയും ഇൻസേർട്ട് ചെയ്യാം. ഇനി പീരിയഡ്സ് കഴിയുന്നതിന്റെ ആ ലാസ്റ്റ് ദിവസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത് വേണ്ട എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്ന ഒരു ദിവസം, അതായത് ആ സൈക്കിൾ എൻഡ് ചെയ്യുന്ന ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് നോർമലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ചെയ്യുക. 5 to 7 minutes നിങ്ങൾ തിളപ്പിച്ചതിന് ശേഷം മാറ്റി വെക്കുന്നു, തുടയ്ക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കുഞ്ഞു കവർ ഉണ്ടാകും, ജ്വല്ലറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ കവർ, അതിനകത്തേക്ക് ഇങ്ങനെ ഇടുന്നു കേട്ടോ. ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് എടുത്തു വെക്കുക. നെക്സ്റ്റ് സൈക്കിൾ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം കൈ സോപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് നമ്മളുടെ ഇൻസേർഷൻ ഒക്കെ കഴിഞ്ഞു. ഇതിന്റെ ഇൻസേർഷൻ, അപ്പോൾ ഇൻസേർഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏകദേശം ഒന്ന് ഉറപ്പിക്കാൻ പറ്റും അത് അകത്ത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ആയിട്ടുണ്ടെന്നുള്ളത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ഊരും എന്നുള്ളതാണ്. ഓക്കെ, ഇത് സെർവിക്സ് ആണ്, നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും ഇവിടെ ഒരു എയർ നമ്മൾ ഓൾറെഡി അവിടെ കൊടുത്തിട്ട്, ഈ എയറിന്റെ കപ്പാസിറ്റി കാരണമാണ് ഇത് അവിടെ കറക്റ്റ് ആയിട്ട് തങ്ങി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എയർ നമ്മൾ എത്ര ഇങ്ങോട്ട് വലിച്ചു പിടിച്ചു കഴിഞ്ഞാലും ഇത് വരത്തില്ല. അപ്പം നമ്മൾ എത്രത്തോളം ഇത് വലിക്കുന്നു, ആ ഗ്രാവിറ്റി കാരണം നമ്മളുടെ യൂട്രസും കൂടെ അല്ലെങ്കിൽ സെർവിക്സും കൂടെ നമ്മൾ താഴേക്ക് വലിക്കുകയാണ്, ഒരു പ്രഷർ കൊടുക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത് കേട്ടോ. ഇൻസേർട്ട് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഗ്രാജുവലി ഇത് ശരിയാവും. അപ്പോൾ എപ്പോഴും ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് കൊടുക്കുക. അപ്പോൾ കണ്ട നമ്മളിവിടെ താഴെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് അവിടെ ഇങ്ങനെയാവും. എന്നിട്ട് പതുക്കെ അത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുക. നമ്മൾ ഇത് എന്തായാലും ബ്ലഡ് ഫുൾ ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്
കുറച്ച് ബ്ലഡ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ബ്ലഡ് പുറത്തോട്ട് പോകാതെ ഒന്ന് മൈൽഡായിട്ട് മാത്രം പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുന്നതായിരിക്കും ഉത്തമം. അപ്പം നമുക്ക് പുറത്തേക്ക് എടുക്കുന്നതും പഠിച്ചു. ഇനി ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇനിയാണ് എൻ്റെ എക്സ്പീരിയൻസ് കേട്ടോ. ഇത് ശരിക്കും കുറേ നാളായി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ അറിഞ്ഞപ്പം ഞാൻ ഹസ്ബൻഡുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡാണ് എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തത് നമുക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ, കാരണം ഡിസ്കാർഡ് ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ തൃശ്ശൂർ സിറ്റി തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഡിസ്കാർഡ് ചെയ്യാൻ ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസിനറേറ്റർ ഉണ്ടാവും, പക്ഷെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് എന്നാലും ഉപയോഗിച്ച് നോക്കാമെന്ന് ഇങ്ങനെ വെറുതെ എന്ന് പറഞ്ഞപ്പം ഹസ്ബൻഡ് തന്നെ പി സേഫിന്റെ കമ്പനിയാണ് ആദ്യം മേടിച്ചത്. ആദ്യം മേടിച്ചിട്ട് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു മാസം ഞാൻ യൂസ് ചെയ്തില്ല, ഒരു പേടി കാരണം. പിന്നെ രണ്ടാമത്തെ മാസം എന്തായാലും ഒരു പെയിൻ ഉണ്ടാവുമല്ലോ ഫസ്റ്റ് സമയത്ത്, അപ്പൊ എനിക്ക് ഉപയോഗിക്കാൻ പേടിയില്ല. പിന്നെ സെക്കൻഡ് ഡേ ഞാൻ യൂസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാനൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പം പിന്നെ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഞാൻ ഫസ്റ്റ് ഒരു സാനിറ്ററി പാഡ് വെച്ചു. പക്ഷെ ആദ്യം ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് പെയിൻഫുൾ ആയിരുന്നു. പക്ഷെ നമുക്ക് പീരിയഡ്സിന്റെ വേദന സഹിക്കാൻ പറ്റുന്ന ഒരാൾക്ക് എന്തായാലും സഹിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയായിരുന്നു. അത് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഇതുപോലെ തന്നെ ഗ്രാജുവലി ഭയങ്കര എനിക്ക് മാറ്റം തോന്നി. കാരണം പാഡ് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി മാറ്റണമല്ലോ. പക്ഷെ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് അത്ര എന്നല്ല, ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ഇത് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു സാധനം ഇൻസേർട്ട് ചെയ്യുമ്പം ഏതൊരു ലേഡിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. പിന്നെ നടന്നു കഴിയുമ്പം അല്ലെങ്കിൽ ഒന്ന് ഇരുന്ന് കഴിയുമ്പം നമുക്ക് നോർമലായിട്ട് തന്നെ ഫീൽ ചെയ്യുള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് അതായത് ഈ പാഡിൽ വന്ന് ഫിൽ ചെയ്യുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റായിട്ട് കാമായിട്ട് നമുക്ക് ഇരിക്കാം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്ക് കിടക്കാം, ഇരിക്കാം, അതിനനുസരിച്ച് തന്നെ നമുക്ക് മൂവ് ചെയ്യാം. ഒരുപാട് മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ അനുസരിച്ച് ഒരു 4 to 6 hours തന്നെ നിങ്ങൾ ജസ്റ്റ് അത് ഫില്ല് ചെയ്തതിനു ശേഷം അത് എംപ്റ്റി ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഇത് പറയാൻ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അകത്തേക്ക് കയറി പോവോ അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത് ഫേസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നമുക്ക് അതിന്റെ ടെയില് ഒരിക്കലും അങ്ങോട്ട് കയറി പോകത്തില്ല. നമുക്ക് ആ എയറിന്റെ ആ പ്രഷർ അവിടെ ഉള്ളിടത്തോളം കാലം നമുക്കത് അവിടെ തന്നെ നിൽക്കും. അത് ഉള്ളിടത്തോളം കാലം എന്നല്ല, അത് കയറി പോവില്ല. ആ പ്രഷർ അവിടെ ഉള്ളത് കാരണം നമുക്ക് വലിക്കാനായിരിക്കും, അതായത് അത് എംപ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് അവിടെ ഒന്ന് അമർത്തി പിടിച്ചിട്ട് നമ്മൾ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പോകും. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കുക. ആദ്യം ഒരു ട്രയൽ ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ വേറെ എന്തെങ്കിലും ഞാനത് ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ ചേർക്കണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്